ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് പൈനാപ്പിളും കൊണ്ടൊരു പച്ചടി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. പച്ചടി മധുരമുള്ളതും കിച്ചടി മധുരമില്ലാത്തതുമാണ്, അതാദ്യം തന്നെ പറയട്ടെ. അപ്പോൾ ഇവിടെ പൈനാപ്പിളാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം ഇവിടെ ഞാൻ പച്ചടിക്ക് വേണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി കുത്തി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് പൈനാപ്പിൾ. നല്ല പഴുത്ത പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ, ഇതൊരു കാൽ ഭാഗം തേങ്ങ നന്നായിട്ട് തിരുമ്മി ഒരു പച്ചമുളകും അല്പം ജീരകവും കൂടെ ചേർത്ത് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയാണിത്. പിന്നെ ആവശ്യത്തിന് മധുരം, അതിനു വേണ്ടി ഇപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 1/4 ശർക്കരയുണ്ടയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച്, മധുരം കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടിക്കൊടുക്കാം. പിന്നെ ഒരല്പം വെള്ളം ഒരു കപ്പിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളം അത്രയും ആവശ്യമൊന്നുമില്ല, ഈ ശർക്കര ഒന്ന് അലിയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അത്രയും വെള്ളം ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പൈനാപ്പിൾ കൊണ്ട് ഒരു പച്ചടി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഗ്യാസ് ഓണാക്കി ശർക്കരയൊന്ന് അലിയിപ്പിച്ച് എടുക്കാം. ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു അല്പം ഒരു തുള്ളി എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മൺചട്ടി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തത്. ഒരു തുള്ളി അത്രയേ ഉള്ളൂ. അപ്പം ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മുടെ ആ ശർക്കരയുണ്ട ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഈ ശർക്കരയുണ്ട നമുക്കൊന്ന് അലിയിപ്പിച്ചെടുക്കണം. ഇപ്പം നിങ്ങൾക്ക് പൊടിച്ചിട്ടാണെങ്കിലും എടുക്കാം, ഇട്ട് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് അവിടെ ഇരുന്ന് അലിഞ്ഞണം. നല്ല ഉണ്ട നോക്കി, ശർക്കര ഉണ്ട നോക്കി എടുക്കുക. അപ്പം ഞാനിവിടെ 1/4 ഭാഗം നല്ല ശർക്കര ഉണ്ടയാണിത്. അപ്പം അത്രയും കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമ്മളിവിടെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ നമുക്ക് ചേർത്തെടുക്കാം. ശർക്കര ഇവിടെ നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വരണം. അപ്പം നല്ല ശർക്കര അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ നമുക്ക് ഇതൊക്കെ കാണും, ചെറിയ ചെറിയ കമ്പോക്കോല വീസ് പോലത്തെ കല്ല് അങ്ങനെയൊക്കെ കാണും. അത് അരിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് നല്ല ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇപ്പം അരിക്കാനൊന്നും പോകാത്തത്. നല്ല ശർക്കര അല്ല കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് അരിച്ച് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ, കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മുഴുവനും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. നന്നായി ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് ഇതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരണം. അപ്പം ഈ ശർക്കരയിൽ കിടന്ന് വേണം ഇത് വേകാനായിട്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ മധുരം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. അപ്പം ഞാനിവിടെ ഇത്രയും എടുത്തിട്ടുള്ളൂ. അപ്പം ഇത് ആവശ്യത്തിനുണ്ട്. ഇനി അത് പോരാ, കുറച്ചുകൂടെ മധുരം വേണം എന്നുള്ളവർക്ക് ആഡ് ചെയ്യാം കേട്ടോ. കാരണം പൈനാപ്പിൾ നല്ല പൈനാപ്പിൾ, മധുരമുള്ള പൈനാപ്പിളാണ്, നല്ല പഴുത്ത പൈനാപ്പിളാണ്. അപ്പം നിങ്ങൾ അതനുസരിച്ച് വേണം മധുരം ചേർക്കുമ്പോൾ ചേർക്കാനായിട്ട്. ഇനി ഇതിനകത്ത് കിടന്ന് ഇതൊന്ന് വെന്ത് വരണം. അപ്പം നമുക്ക് ഇതൊന്ന് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വേകാനായിട്ട് വെച്ചായിരുന്നു അല്ലേ, ശർക്കരയിൽ ഇട്ടായിരുന്നു. അപ്പം നമ്മൾ അത് ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പം നമ്മളിതിലേക്ക് എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ ആദ്യം ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഇത്രയും മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആ തിള വരുന്നുണ്ടല്ലോ, ആ ഒരു ടൈമിൽ നമ്മൾ ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് വേണ്ട മുളക് പൊടിയാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഒരല്പം മുളക് പൊടിയെ ചേർക്കുന്നുള്ളൂ, കാരണം ഞാൻ തേങ്ങയുടെ കൂടെ ഒരു പച്ചമുളക് ചതച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതനുസരിച്ചിട്ട് ചേർക്കുക. ഇനി മുളക് പൊടി മാത്രം ചേർത്താൽ മതി, അത് ഇപ്പം ചേർത്തോണം എരിവിനനുസരിച്ച്. അതല്ല പച്ചമുളക് ചതയ്ക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ ഒരല്പം മുളക് പൊടി മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത്രയും ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, അത് ശർക്കരയ്ക്ക് ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പം ഞാനിവിടെ ഒരല്പം ഉപ്പേ ചേർക്കുന്നുള്ളൂ. ഇത്രയും ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി വേണമെങ്കിൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിവിടെ കിടന്ന് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കും. ഇതുപോലെ പത വരുന്ന സമയത്ത് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. മുളക് പൊടി മാത്രമേ ചേർക്കാൻ താല്പര്യമുള്ളൂ എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കുക.
ഞാനിവിടെ ഒരു പച്ചമുളക് ചതച്ചിട്ടുണ്ട് തേങ്ങയുടെ കൂട്ടത്തിൽ. അതുകൊണ്ടാണ് ഞാനിപ്പം അല്പം മുളക് പൊടി മാത്രമേ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇതിനി നന്നായി വെന്ത് വരണം. ഇവിടെ കിടന്ന് ഇതൊന്ന് വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ശർക്കര ചേർത്തായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കുവേ. അപ്പം ഈ ആ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ ഒരു മണം മാറുമ്പോൾ നമുക്ക് മനസ്സിലാവും, അത് പുറത്തേക്ക് വരും. അപ്പം ആ ഒരു മണമൊക്കെ മാറണം. അതുപോലെ നമ്മുടെ ഈ പൈനാപ്പിൾ ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വേകുകയും വേണം. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് തിന്നണം. ഇപ്പം ഒന്നാമത് മൺചട്ടിയിലായതുകൊണ്ട് അത് കുറുകുന്നുണ്ടോ നിങ്ങൾ. അപ്പം അത് കുറുകി വരും നമുക്ക്. അപ്പം തീ കുറച്ചിട്ട് അത് വേവിച്ചെടുക്കുക. അപ്പം വെന്ത് കഴിഞ്ഞിട്ട് വേഗം ഒരു നമുക്ക് മനസ്സിലാവും. ഇത് കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും വെന്ത് കഴിയുമ്പോൾ. പൈനാപ്പിളിന് ചെറിയ ചെറിയ പീസായിട്ടല്ലേ നമ്മൾ അരിഞ്ഞു കൊടുത്തേക്കുന്നത്. അപ്പം വേഗം വേകുകയും ചെയ്യും കേട്ടോ. അപ്പം ഒരു വെള്ളം നന്നായിട്ട് വറ്റി ഇതായി വരുന്ന സമയത്തേക്ക് നമ്മൾ തേങ്ങായും കൂടെ ഇതിൻ്റെ കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങായും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഓക്കെ, അപ്പം നോക്കാം. നമുക്ക് നമ്മുടെ പൈനാപ്പിൾ ഇച്ചിരി കൂടെ ഒന്നാകാനുണ്ട്. അതും കൂടെ ഒന്നായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കി തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മറ്റേ പൈനാപ്പിള് ഈ ശർക്കരയ്ക്കകത്ത് ഇതൊന്ന് നന്നായിട്ട് വെന്ത് കണ്ട് അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി. മറ്റേ പ്യുവർ യെല്ലോ കളറായിരുന്നു അല്ലേ, അതൊന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു സമയം നമുക്ക് ഇത് നന്നായിട്ട് പറ്റും. ഇനി മധുരം വേണ്ടവർക്ക് ഇച്ചിരൂടെ വേണമെന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇപ്പം ഞാൻ ഇനി ഇതിലേക്ക് ഈ ഒരു എല്ലാം അങ്ങനെ ചേർത്ത് കൊടുത്ത് ആ ശർക്കരയൊക്കെ അലിഞ്ഞ് വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പിന്നീട് വേണം നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ ആയി ആ കളറൊന്ന് ചേഞ്ചായി വരുന്ന ആ ഒരു ടൈമിൽ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങായും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ തേങ്ങ എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. ആ തേങ്ങയുടെ കൂടെ ഞാനൊരു പച്ചമുളകും കൂടെ ചതച്ചിട്ടുണ്ട്. ആ തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തു. അപ്പം അതും ഈ ശർക്കരയുടെ ഇത് പൂർണ്ണമായിട്ടും വറ്റുന്നതിന് മുമ്പ് വേണം നമ്മൾ അത് ചേർത്ത് കൊടുക്കാൻ. അതും ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ചതച്ചായിരുന്നു. അപ്പം അത് നിങ്ങളുടെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് മുളക് പൊടി വേണ്ടവർക്ക് ആ സമയത്ത് മുളക് പൊടി മാത്രം മതിയെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അത് നല്ലൊരു ടേസ്റ്റാണ്. അത് ഇഷ്ടമായി ഇവിടെ എല്ലാവർക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തത്. അപ്പം ശർക്കരയുടെ മുഴുവൻ വെള്ളവും വറ്റുന്നതിന് മുമ്പായിട്ട് വേണം നമ്മൾ അത് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് മുഴുവനും അവിടെ കിടന്ന് വറ്റി ഇതായി വരണം. അപ്പം നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പൈനാപ്പിളിൻ്റെ കളർ ചേഞ്ച് ചെയ്തതുപോലെ ഏകദേശമൊക്കെ നമ്മുടെ തേങ്ങയുടെ കളറും ഇതിനകത്തൊന്ന് കിടന്ന് അതൊന്ന് മാറി വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. തീ കുറച്ചിടുക കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുത്തോണം. കാരണം ശർക്കരയാണ്, അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇനിയിപ്പം. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ആ പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ചമണം മാറുമ്പം നമുക്ക് ഇതൊന്ന് തിളച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു മണമൊക്കെ മുന്നോട്ട് വരും. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കുക. ഞാൻ പച്ചമുളക് ചതച്ചു. അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഉപ്പും എല്ലാം പാകമാണോ എന്നൊക്കെ നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ചിലയിടത്ത് ശർക്കരയ്ക്ക് ഉപ്പുള്ള ശർക്കരയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പിടുമ്പം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അത് കുറച്ചിടുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. തീ കുറച്ചിട്ടിട്ട് ചെയ്യുക കേട്ടോ. ഇതൊന്ന് വറ്റി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വറ്റി വരുന്ന ഒരു സമയമായിപ്പം ഞാൻ ഒരല്പം നെയ്യ്, ഉരുക്ക് നെയ്യാണിത്. ഇത് ഞാൻ ചേർത്ത് കൊടുക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ എടുത്ത നെയ്യാണ്. അപ്പം അത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പം ഇതും കൂടെ നമുക്ക് ഇതിലേക്കൊന്നും ചേർന്നത് നല്ല ടേസ്റ്റാണ്. നല്ലൊരു മണവും. നെയ്യ് നമ്മുടെ വീട്ടിലുണ്ടാക്കി തന്നെ ആകുമ്പോൾ നമുക്ക് ശുദ്ധമായിട്ടുള്ള നെയ്യാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ അവർക്ക് മധുരമുള്ളതാകുമ്പോൾ ഒരു കഴിക്കുകയല്ലേ. അപ്പം ഒന്നുകൂടി അവർക്ക് നെയ്യുടെ ടേസ്റ്റ്, നെയ്യും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. ഓപ്ഷണലാണ്, വേണ്ടവർക്ക് മാത്രം ചേർത്താൽ മതി. അപ്പം ഞാനിവിടെ
ഇച്ചിരി ചേർക്കുന്നുണ്ട്. അപ്പം ഇതുപോലെയൊന്ന് ചേർത്ത് നോക്കുക. കുട്ടികളൊക്കെ ഉള്ളവർക്ക് നെയ്യ് കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും നെയ്യ് കഴിക്കുന്നത് നല്ലതാണ്, ഹെൽത്തി ഫാറ്റാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് തന്നെ ഉപയോഗിക്കുക. അപ്പം ഇവിടെ ഉണ്ടോ മച്ച് വരുന്നുണ്ട്. ഇത് നന്നായിട്ട് വറ്റണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിങ്ങനെ വെള്ളമയം പോലെ വരുത്തുന്നില്ല. അങ്ങനെ വേണ്ടവർക്ക് ആ ഒരു പരുവത്തിൽ നിർത്താം കേട്ടോ. ഇനി ഇവിടെ നന്നായിട്ട് വറ്റി കിട്ടണം. അതുകൊണ്ട് ഞാനത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. ചിലവർ മുന്തിരിങ്ങയൊക്കെ ഇടും, അതൊക്കെ ലാസ്റ്റിലേ ഇടാവുള്ളൂ കേട്ടോ. ചിലർ മുന്തിരിങ്ങയൊക്കെ ഇടാറുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വേണ്ടവർക്ക് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഇതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് വറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റിൽ കാണിച്ചു തരാം. ഇതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഇതിലേക്ക് ഞാൻ പറഞ്ഞായിരുന്നു ലാസ്റ്റിൽ കുറച്ച് ഒരു സാധനം കൂടെ നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ ഇച്ചിരി നെയ്യ് ഉരുക്കിയിട്ടുണ്ട്. ഇതിലാണ് ഇതിന് ഒരു കടുക് വറുക്കാൻ പോവാണ്. അപ്പം നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തു. ഒത്തിരി കടുകിൻ്റെ ആവശ്യമില്ല, വളരെ കുറച്ച് മതി. കടുക് ഇട്ട് കൊടുത്തു. എന്നിട്ട് കടുക് നന്നായിട്ട് പൊട്ടണം. പൊട്ടിയതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങളോട് ചേർത്ത് കൊടുക്കാൻ. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പം കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം അതൊന്ന് തീ കുറച്ചിടുക, പ്രത്യേകം ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകല്ലേ, ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. തീ ഓഫാക്കാം. കരിഞ്ഞു പോയാൽ കരിൻ്റെ ടേസ്റ്റ് വരും. അപ്പം ഇതും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കും. അപ്പം ഇവിടെ എൻ്റെ മോൻ പറയാണ്, അമ്മേ മുന്തിരിങ്ങയും കൂടെ ചേർക്കാവോ എന്ന് ചോദിച്ചു. അവനിത് കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, അമ്മ ഇതിലേക്ക് മുന്തിരിങ്ങയും കൂടെ ചേർക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒപ്പിന്ന ഇച്ചിരി മുന്തിരിങ്ങയും കൂടെ ചേർത്തേക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ കടുക് വറുത്ത് ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിനകത്ത് ഇപ്പോഴും വറ്റിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ വെള്ളം, കണ്ടോ. അപ്പം നിങ്ങൾ ശർക്കരയുടെ വെള്ളം അലിയാനായിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് മാത്രം ചേർത്താൽ മതി. പക്ഷേ എനിക്കാണെങ്കിൽ ആ തേങ്ങയൊക്കെ ഇതിനകത്ത് കിടന്ന് ഇതാകണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിച്ചായിരുന്നു അല്ലേ. അപ്പം നിങ്ങൾക്ക് എന്നാലേ ആ ഒരു തേങ്ങയിലൊക്കെ ആ ഒരു ശർക്കരയൊക്കെ പിടിക്കത്തുള്ളൂ നന്നായിട്ട്. അതിനാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പം തേങ്ങയുടെ പച്ചമുളകും ഇതൊക്കെ ഒന്ന് ഇറങ്ങി വരണമെങ്കിൽ നന്നായിട്ട് ഇച്ചിരി വെള്ളം ഒത്തിരി വാരിക്കോരി ഒഴിക്കുകയും ചെയ്യും. നിങ്ങൾ കണ്ടു കാണും വീഡിയോയിൽ ഞാൻ എന്തുമാത്രം ഒഴിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊരു കൃത്യപരുവത്തിനുള്ള വെള്ളമേ ഉള്ളൂ. അപ്പം ഈ ഒരു പരുവത്തിൽ വേണ്ടവർക്ക് ഇങ്ങനെ നോക്കാം. ഞാൻ കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കുന്നുണ്ട്. അപ്പം ഇതിലേക്ക് ഇനിയും മോൻ്റെ അഭ്യർത്ഥന പ്രകാരം ഞാൻ ഓർത്തു ഇതിനകത്തേക്ക് മുന്തിരിയും കൂടെ ചേർത്തേക്കാമെന്ന് കരുതി. അപ്പം ഇതൊന്ന് വറ്റി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് അവൻ പറഞ്ഞ പോലെ നമുക്ക് മുന്തിരിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണ്ടവർക്ക് ഈ ഒരു പരുവത്തിൽ വയ്ക്കാം. പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടി ഒന്ന് വറ്റുവാണെങ്കിൽ അതാണ് നല്ലത്. അപ്പം പിന്നെ ചിലർക്ക് ഇങ്ങനെ വെള്ളം പോലെ വേണം എന്നുള്ളവർ കാണും. അപ്പോൾ അതനുസരിച്ച് ചെയ്യുക. എനിക്ക് ഇച്ചിരി കൂടെ ഡ്രൈ ആകണം. ഞാനത് ഡ്രൈ ആകുന്നത് വരെ വെക്കും. ഉണക്കമുന്തിരി ആണ് എടുത്തിരിക്കുന്നത്. ഉണക്കമുന്തിരി അല്പം വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തപ്പോൾ ഇങ്ങനെ നമ്മുടെ മുന്തിരി പോലെ തന്നെ പൊങ്ങി വരും. കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ ഇതുപോലെ എടുത്ത് നിങ്ങൾ ഇടുകയും ചെയ്യരുത്. ആ എണ്ണയിൽ ഒന്ന് ഊറിപ്പോയതിന് ശേഷം ഇത് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എണ്ണ മാറ്റിയിട്ട് കൊടുക്കുക. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെടുക്കുന്ന ഉണക്കമുന്തിരി എണ്ണയിലിട്ട് ചെയ്യുമ്പം തീ കുറച്ചിട്ട് ചെയ്യുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കുക. തീ കുറച്ച് ഇടുക. ബോള് പോലെ നമ്മുടെ മുന്തിരി പോലെ തന്നെ പൊങ്ങി വരും. പൊങ്ങി വന്നതിന് ശേഷം എല്ലാം പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. ഇളക്കി കൊടുത്തതിന് ശേഷം എല്ലാം പൊങ്ങി വന്നതിന് ശേഷം നിങ്ങൾ ഇത് എണ്ണ ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് അത് ചേർത്ത് കൊടുത്ത് ഇളക്കുക. അപ്പോൾ ഞാൻ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുവാണ് ഞാൻ. അപ്പോൾ ഇത് ഓപ്ഷണലാണ് കേട്ടോ. ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പം ചിലർ ഫ്രഷ് മുന്തിരി ഇടാറുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉണക്കമുന്തിരിയാണ് ഇടുന്നത്. അപ്പോൾ മോൻ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അതും കൂടെ ചേർത്താണ്. വീഡിയോ പിടിച്ചപ്പോൾ ഇതുണ്ടായിരുന്നു. അമ്മ അതും കൂടെ ചേർക്കൂ എന്ന് ചോദിച്ചതിൻ്റെ പേരിൽ മാത്രം ഞാൻ ചേർത്തതാണ്. ഇവിടെ ഞാൻ നന്നായിട്ട് വറ്റിച്ചിട്ടുണ്ട്.
കണ്ടു കാണുമല്ലോ. ഫ്രഷ് മുന്തിരി ഉള്ളവർ അങ്ങനെ ചേർക്കുക. ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചേർക്കുന്നു മാത്രം. ഇത് ഓപ്ഷണലാണ് താനും, വേണ്ടവർ മാത്രം ചേർത്താൽ മതി. അപ്പം എണ്ണ നന്നായിട്ട്, കാരണം ഈ പച്ചടിയിൽ നമ്മൾ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. ഇത് ഞാൻ ആ ഉണക്കമുന്തിരി ഒന്ന് ഇതാക്കി എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇച്ചിരി വെളിച്ചെണ്ണ എടുത്തിട്ടാണ് ചെയ്തത്. അപ്പം ഉണക്കമുന്തിരിയുടെ അപ്പം അതൊന്ന് പൊങ്ങി വന്നു കഴിയുമ്പോൾ അത് നമ്മൾ എണ്ണ വടിച്ചൊഴിച്ച് കളഞ്ഞിട്ട് ഇത് മാത്രം ചേർത്ത് കൊടുക്കുക, മുന്തിരി മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയോടെടുത്ത് ഇതിനകത്ത് തട്ടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നെയ്യ് വേണമെന്നുള്ളവർ മാത്രം നെയ്യ് ചേർത്താൽ മതി, അതും ഓപ്ഷണലാണ്. നെയ്ക്ക് പകരം വെളിച്ചെണ്ണ കടുക് വറക്കാനകത്ത് ചേർത്ത് അങ്ങനെ ചേർത്താലും മതി. ഇനി അതല്ല, നെയ്യ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ നല്ലതാണല്ലോ, ഹെൽത്തിയാണ്. അതുകൊണ്ടാണ് ഉരുക്ക് നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം. അപ്പം ഇവിടെ കറക്റ്റ് പരുവത്തിന് നമുക്ക് ഇതായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി ഇത് മൺചട്ടിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി ഒന്ന് വലിഞ്ഞു വരും. ഇപ്പം കണ്ടോ നമ്മുടെ ആ ഒരു പച്ചടിയുടെ കളറൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? യെല്ലോ കളർ മാറി നമ്മുടെ പൈനാപ്പിളിൻ്റെയൊക്കെ കളറ് നല്ലവണ്ണം ബ്രൗൺ കളറ് ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് പച്ചടിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. ഇപ്പം പൈനാപ്പിൾ കിട്ടുന്ന സമയമാണ്. അപ്പം നല്ല പൈനാപ്പിൾ കിട്ടുമെങ്കിൽ അത് മേടിച്ച് ഇതുപോലെ കുട്ടികൾക്ക് വെച്ച് കൊടുക്കുക. കാരണം ഹോർമോണൊക്കെ കുത്തിവെച്ച പൈനാപ്പിൾ മേടിച്ച് കൊടുക്കുന്നതിൽ നല്ലത് നമ്മുടെ വീടുകളിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പം എനിക്ക് പൊതുവേ അത് കാരണം പൈനാപ്പിളിനോട് വലിയ താല്പര്യമില്ല. അപ്പം ഇതിപ്പം എന്നോട് ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഞാനിപ്പം ഈ ഒരു പൈനാപ്പിളിൻ്റെ വീഡിയോ ഇവിടെ ചെയ്തത്. ഇപ്പം എല്ലാവരും ഇഷ്ടപ്പെടുമോ എന്ന് നോക്കുക, ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുമെങ്കിൽ പറയുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം ചിലർക്ക് ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും എനിക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് അല്ല അത്. കാരണം എല്ലാവർക്കും ഒത്തിരിയും പേര് അല്ലാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ചാനൽ. അപ്പം നിങ്ങൾ അത് സെറ്റിങ്സ് നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ. അപ്പം വീണ്ടും ഞാനൊരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.